മുസ്ലിം വോട്ട് ലക്ഷ്യമിട്ടാണ് UDF-ഉം LDF-ഉം ഡീൽ ആരോപണം ഉന്നയിക്കുന്നതെന്നാണ് BJP-യുടെ മറുപടി. 1% പോലും ചാൻസ് ഇല്ലാത്ത കാര്യമാണ് ഡീൽ. അത്തരം പ്രചാരണം ഇരു മുന്നണികളും അവസാനിപ്പിക്കണമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇതിനേക്കാൾ കൂടുതൽ ഒരു കോമഡി എന്താണ്? ആരാണ് 27 സംസ്ഥാനവും 8 യൂണിയൻ ടെറിട്ടറീസിൽ മത്സരിക്കുന്നത് ഒരുമിച്ച്? CPM-ഉം കോൺഗ്രസ് അല്ലേ? ഇത് തൊട്ടടുത്ത് തമിഴ്നാട്ടിലും ആരാണ് മത്സരിക്കുന്നത് ഒരുമിച്ച്? കോൺഗ്രസും CPM അല്ലേ? ഇത് ആരെയാണ് വെടിയാക്കുന്നത്? BJP-ന്റെ എത്ര കാര്യകർത്താമാരെയാണ് CPM കൊന്നിരിക്കുന്നത്? ഇതിന് ഒരു ശതമാനം ചാൻസ് ഉണ്ടോ? CPM-ഉം BJP-യും തമ്മിലൊരു അന്തധാനത്തിന് ഒരു ചാൻസ് ഉണ്ടോ? ഇല്ല. കോൺഗ്രസിനെ മുക്തമാക്കാൻ ആരാണ് ഇവിടെ ഈ രാജ്യത്തിൽ ഇറങ്ങിയിരിക്കുന്നത്? BJP-ന്റെ അല്ലേ? പിന്നെ എന്തിനാണ് ജനങ്ങളെ വെടിയാക്കുന്നത്? ഇവർക്ക് എന്ത് പറഞ്ഞിട്ടും എന്ത് ചെയ്തിട്ടും എങ്ങനെയെങ്കിലും ആ മുസ്ലിം വോട്ട് പിടിക്കണം. ആ കോമ്പറ്റീഷനാണ് നടക്കുന്നത്. ഞാൻ ഏറെ ബഹുമാനത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ രാഹുൽ ഗാന്ധിയാണോ പിണറായി വിജയനോട്, ഈ രാഷ്ട്രത്തിന്റെ കാലങ്ങൾ കഴിഞ്ഞു. ഇനി നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് കൃത്യമായി പറയൂ. ഹരിമോഹനാണ് ചേരുന്നത്. ഹരി, അതാണ് 1% പോലും ചാൻസ് ഇല്ലാത്ത കാര്യമല്ലേ എന്നതാണ് BJP ഇപ്പോൾ ഈ ഡീൽ ആരോപണത്തെ കുറിച്ച് ചോദിക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും ഈ ഡീലാരോപണം പൂർണ്ണമായിട്ടും ഈ ദിവസങ്ങളിൽ തള്ളിക്കളയുകയാണ് BJP. പക്ഷെ അതേസമയം തന്നെ BJP ഉയർത്തുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഈ ഡീൽ ആരോപണം ഉയർന്നു വരുന്ന ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് തോൽവി അല്ലെങ്കിൽ ഒരു പരാജയ ഭീതിയിൽ നിന്നാണ് കോൺഗ്രസും CPM-ഉം പരസ്പരം BJP-യെ കൂട്ടിക്കെട്ടുന്നത്. അതായത് കോൺഗ്രസുമായി BJP സഖ്യത്തിലാണെന്ന് CPM-ഉം CPM-ഉമായി സഖ്യത്തിലാണെന്ന് കോൺഗ്രസും പറയുന്നു. ഇത് മുസ്ലിം വോട്ടുകൾ ഏകോപിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏകീകരിച്ചുകൊണ്ട് അത് തങ്ങൾക്ക് നേടി വിജയിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം മാത്രമാണ്. ഇത് മുൻകാലങ്ങളിൽ പരീക്ഷിച്ചു വിജയിച്ച ചില തന്ത്രമാണ്. പക്ഷേ ഇനി അത് ഏൽക്കില്ല. മുസ്ലിങ്ങൾ വരെ തിരിച്ചറിവിലേക്ക് വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് BJP അവകാശപ്പെടുന്നത്. അതായത് പാലക്കാട് അടക്കമുള്ള മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ഉയർത്തിയിട്ടുള്ള ആരോപണം അങ്ങനെ ഒരു സാധ്യത പോലും ഇല്ല എന്നുള്ളതാണ് BJP ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് സംസ്ഥാനത്ത് ഒരിടത്തും തന്നെ BJP അങ്ങനെ ഒരു സഖ്യത്തിൽ ഏർപ്പെട്ടിട്ടില്ല. മറിച്ച് BJP വിജയിക്കുന്ന ഇടങ്ങളിൽ അല്ലെങ്കിൽ വിജയസാധ്യത BJPക്ക് ഉള്ള ഇടങ്ങളിൽ കോൺഗ്രസും CPM-ഉമാണ് ഒരുമിച്ച് നിൽക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇതേ BJP തന്നെ നേമത്ത് കോൺഗ്രസും CPM-ഉം തങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. വിനീത, ശരി, ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്. നോക്കൂ,